നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം. The Gospel according to Saint Mark, chapter 12, verse 29. The Lord our God, the Lord is one. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഇന്ന് ലോകം മുഴുവൻ ഫാദേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്നതായുള്ള ദിവസമാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും സ്വർഗീയമായുള്ള അനുഗ്രഹങ്ങളും വാഴ്വുകളും ദൈവം ഉയരത്തിൽ വർഷിപ്പിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പിതാവ് തന്നെ എന്ന് നാം പറയുന്ന അവസരത്തിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ് നമുക്കിടയായിട്ട് തീരേണ്ടത്. ഡേവിഡ് ആൻഡ് സിസ്ലി എന്ന് പറയുന്ന രണ്ട് ദമ്പതികളുടെ ഒരു ചരിത്രം ഞാൻ ഡോക്ടർ ദൈവമല്ല എന്ന് പറയുന്നതായുള്ള പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. ഡോക്ടർ ഖദീജ മുംതാസിൻ്റെ വൈദ്യ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച 6ാമത്തെ എഡിഷനാണ് ഞാൻ വായിച്ചത്. 2009 ആദ്യത്തെ എഡിഷൻ പ്രസിദ്ധീകരിക്കുവാൻ കൊണ്ടിടയായിട്ട് തീർന്നത്. ഡേവിഡ് ഏകദേശം 35 വയസ്സിന് ശേഷമാണ് വിവാഹിതനായിട്ട് തീർന്നത്. സിസിലിയാണ് വിവാഹം കഴിച്ചത്. ദമ്പതികളാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉളവാകുന്നതായുള്ള കുഞ്ഞുങ്ങൾ അബോർഷനായിട്ട് പോയിക്കൊണ്ടിരുന്നതായുള്ളൊരു അനുഭവത്തിലൂടെയാണ് ഈ ഡോക്ടർ ഖദീജയുടെ മുംതാസിൻ്റെ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. 1-2 ഏകദേശം 10 അബോർഷൻസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉണ്ടായി. എത്രമാത്രം പ്രയാസമേറിയതായുള്ള അനുഭവത്തിലൂടെയാണ് ഈ ഡേവിഡും സിസ്ലിയും കടന്നു പോയത് എന്നത് നമുക്ക് വിചാരിക്കുന്നതിനായിട്ടെങ്കിലും ഇപ്പോൾ ഇടയായിട്ട് തീരുമല്ലോ. അവസാനത്തെ കുഞ്ഞു അബോർഷനായതായിട്ടുള്ള അവസരത്തിൽ അവർ രണ്ടുപേരും കൂടി ഈ ഡോക്ടർ ഖദീജയുടെ അടുത്ത് ചെന്നു. അവസാനത്തെ കുഞ്ഞിൻ്റെ അബോർഷൻ്റെ സമയത്ത് പറഞ്ഞു, വല്ല വിധേനയും രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ കിട്ടുന്നത് താല്പര്യമാണ്. എന്നാൽ ആ കുഞ്ഞും പോയി. അപ്പോൾ പിന്നീട് ചെന്നതായിട്ടുള്ള അവസരമാണ് ഖദീജയുടെ മുമ്പിൽ ഇവർ രണ്ടുപേരും കൂടെ. അവർ ചെന്നതായിട്ടുള്ള അവസരത്തിൽ അവരോട് പറഞ്ഞത്, നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തണം, അതാണ് ദൈവം തമ്പുരാൻ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെയും ആഗ്രഹം എന്ന് ഡേവിഡ് പറഞ്ഞു. സിസിലിയുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. അവൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നാൽ ഉത്തരവൊന്നും പറഞ്ഞില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. മറ്റു വഴികളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ ഡോക്ടറുടെ അടുത്തുനിന്ന് പോയി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അതിനകത്ത് ചിത്രീകരിച്ചിട്ടില്ല. എന്നാൽ അവിടെ പറയുന്നത്, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായുള്ള സ്നേഹം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയതാണ്. ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിൻ്റെ അയൽക്കാരനെയും നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ള ഈ ഭാഗം. ഇന്ന് യോഗ ദിനവും കൂടിയാണ്. നമ്മളുടെ പ്രൈം മിനിസ്റ്റർ കൽക്കട്ടയിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് യോഗയിൽ പങ്കെടുക്കുവാനായിട്ട് പോയിരിക്കുന്നത്. വളരെയധികം ആളുകൾ യോഗയിലൂടെ തങ്ങളുടെ ജീവിതത്തെ ഏകാഗ്രമാക്കുന്നതിനായിട്ടും കൂടുതൽ സന്തോഷമുള്ളതാക്കി തീർക്കുന്നതിനായിട്ടുമൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഇന്ന് ഈ ഇടവകയിലെ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരുമാണ് കൂടുതലുള്ളത്. കാരണം ചെറുപ്പക്കാരായുള്ള അനേകം ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ വിളിച്ച പോലെ വിളിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഈ ദേവാലയവും ഈ ഇടവയും അവർക്കുള്ളതാണ് എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ്. വയോജനങ്ങളും ഈ ഇടവയിൽ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട്, നിങ്ങളുടെ ലോയൽറ്റി കൊണ്ട്, നിങ്ങൾക്ക് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം, ഒരുമിച്ച് ആരാധിക്കണം എന്നുള്ളതായിട്ട് താല്പര്യങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾ ദേവാലയത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. കുറേ കഴിയുന്നതായിട്ടുള്ള അവസരത്തിൽ പ്രായത്തിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും.
വടി പിടിച്ച് നടക്കേണ്ടതായിട്ട് വരും, മറ്റുള്ളവരുടെ കൈ പിടിച്ച് നടക്കേണ്ടതായിട്ട് വരും, വീൽ ചെയറിൽ നടക്കേണ്ടതായിട്ട് വരും, സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പ്രായത്തിൻ്റേതായിട്ടുള്ള ഓരോ അവസരങ്ങളുണ്ടാകുന്നതാണ്. എന്നാൽ എത്രത്തോളം നമുക്ക് തന്നെ സൗഖ്യമായി ആരോഗ്യമായിട്ടൊക്കെ ജീവിക്കുവാനായിട്ട് ഇടയായി തീരും എന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളതായിട്ടുള്ള എല്ലാവരും യോഗ ക്രമമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇടവഴിക്കും ചെയ്യാവുന്നൊരു ശുശ്രൂഷയാണ് യോഗ ക്ലാസ്സുകൾ നടത്തുക, ദിനംതോറും വന്ന് യോഗ പരിശീലിക്കുക എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ. എത്രമാത്രം ഈ ദേവാലയത്തിൽ സാധ്യമായി തീരും എന്നത് നിങ്ങൾ വികാരി അച്ഛനുമായിട്ടൊക്കെ ആലോചിക്കേണ്ടതായുള്ള വിഷയമാണ്. എന്നാൽ നമ്മളുടെ സഭയിൽ പല ഇടവുകളിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നതുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു. മനസ്സ് ഏകാഗ്രമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സ് ഏകാഗ്രമാക്കി തീർക്കുവാനായിട്ട് ഇടയാവുന്നതായുള്ളൊരിടമാണ് ആരാധനയ്ക്കായി ദേവാലയത്തിൽ വരുന്നതായിട്ടുള്ള അവസ്ഥ. എവിടെയാണ് മനസ്സ് കേന്ദ്രീകരിക്കാൻ കൊണ്ട് ഇടയാവേണ്ടത്? ഈ ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ തന്നെ അതിനു വേണ്ടിയിട്ട് സഹായമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ദേവാലയത്തിൽ വരുന്നതായിട്ടുള്ള അവസരം, ഈ തിരശ്ശീല മാറ്റുന്നതായിട്ടുള്ള അവസരത്തിൽ കുർബാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെതായുള്ള സാന്നിധ്യം അനുഭവിക്കുവാൻ്റെ കോണം ത്രോണോസിൻ്റെ മധ്യത്തിൽ വെച്ചിരിക്കുന്നതായുള്ള കുരിശിനെ കാണുവാനായിട്ട് നമുക്ക് ഇടയാവുകയും ചെയ്യുന്നു. കുരിശിനെ മനസ്സിൽ കരുതിക്കൊണ്ട് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായുള്ള യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയതായുള്ള രക്ഷയുടേതായുള്ള സന്തോഷത്തെ മനസ്സിലാക്കാനായിട്ട് ഇടയാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ നാം ചേർന്ന് വരുന്നതായുള്ള അവസരത്തിൽ നമ്മളുടെ മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിപ്പാൻ്റെ കൊണ്ടൊന്ന് ഇടയായിട്ട് തീരണം. നിങ്ങൾക്കറിയാം, കുർബാനയ്ക്ക് മുമ്പ് ഈ മദ്ബഹായിൽ കുർബാനയ്ക്കായിട്ടുള്ള ഒരുക്കമാണ് നടക്കുന്നത്. അവിടെ തന്നെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാറുണ്ട്. പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ദേവാലയത്തിൽ വരുന്നതായുള്ള അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായുള്ള കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ മൗനമായിട്ടിരുന്ന് മനസ്സ് ഏകാഗ്രമാക്കുക എന്നതാണ്. അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സ് ഏകാഗ്രമാക്കി ദേവാലയത്തിൻ്റെ ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ടോ എന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ടതൊരു ചോദ്യമാണ്. പലപ്പോഴും ദേവാലയത്തിൽ വരുന്നതായുള്ള ആളുകൾ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറയുന്നതായുള്ള ശബ്ദമാണ് മദ്ബഹായിൽ കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. പാടില്ല. നാം ദേവാലയത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ പ്രത്യേകമായുള്ള രീതിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ് നാം ചേർന്ന് വരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുന്നതായിട്ടുള്ള നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം. പാശ്ചാത്യ നാട്ടിൽ ഒരു വലിയ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ആ ഇടവേല പട്ടക്കാരൻ വരുന്നതായുള്ള ആളുകളെയൊക്കെ സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ആ ദിവസം ഒരു കൂട്ടം ആൾക്കാരെ മറ്റ് പ്രദേശങ്ങളിലും മറ്റും അവിടെ വന്നു, സന്ദർശകരായിട്ട് വന്നു. അങ്ങനെ വന്നതായുള്ള ആളുകളെയൊക്കെ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഗ്രീറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് ഡു യു വാണ്ട് ടു സീ ദ പവർ പ്ലാന്റ് ഓഫ് ദിസ് പാരിഷ്? വലിയൊരു കത്തീഡ്രലല്ലേ, വലിയൊരു ദേവാലയമാണ്. അപ്പോൾ ആ ദേവാലയത്തിലെ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് കാണുന്നത് സന്തോഷമായിരിക്കും എന്നത് അവർ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണണം. അവിടെ പാശ്ചാത്യ നാടായതുകൊണ്ട് സമ്മറിൽ എയർ കണ്ടീഷൻ, വിൻ്ററിൽ ഹീറ്റിങ്, ഇതൊക്കെ ഉള്ളതായിട്ടുള്ള രംഗങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെ ആയിരിക്കും എന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് കാണണം എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, നമുക്കെന്നാൽ ബേസ്മെൻറ്റിലേക്ക് പോകാം. ബേസ്മെൻറ്റിലേക്ക് പോയ അവസരത്തിൽ ആ വാതിൽ അടഞ്ഞെടുക്കുക. വാതിലൊക്കെ തുറന്നതിന് ശേഷം ആ പട്ടക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് അകത്തേക്ക് കയറി ഈ ഇടവയുടെ പവർ പ്ലാന്റ് കാണാനായിട്ടിടയാകും. അവർ അകത്തേക്ക് കയറിയ അവസരത്തിൽ പെട്ടെന്ന് തലതിരിച്ച് ഈ പട്ടക്കാരനെ നോക്കി. ഇതാണോ ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അർത്ഥം? അവർ കണ്ടത് അവിടെ നിരനിരയായി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആളുകളെയാണ്. അപ്പോൾ പട്ടക്കാരൻ പറഞ്ഞു, അതുതന്നെ ഞാൻ മനസ്സിലാക്കി നിങ്ങളോട് പറഞ്ഞത്. ഈ പള്ളിയുടെ, ഈ ഇടവകയുടെ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നതായുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉളവാകുന്നത്. ഞാൻ കൽക്കട്ട ഇടവകയിൽ വികാരിയായിട്ടിരുന്നതായിട്ടുള്ള ഒരച്ഛനായിരുന്നു. ഞാൻ ഈ
ഒറീസയിലെ ഭുവനേശ്വർ പ്രദേശങ്ങളിലൊക്കെ രാത്രിയിലെ പോകും. രാത്രിയിലെ പോയി രാവിലെയുള്ള ശുശ്രൂഷയൊക്കെ എടുത്ത് അന്ന് രാത്രിയിലത്തെ ട്രെയിനിലാണ് മടങ്ങി വരുന്നത്. ഇപ്പോൾ വെളുപ്പിനെയാണ് ഹൗറായിൽ വന്നിറങ്ങുന്നത്. ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിൽ കയറിയിരിക്കും, നല്ല കാറ്റൊക്കെ കൊണ്ട് പോകാം, കാഴ്ചകളൊക്കെ കാണാം എന്നുള്ളത് കൊണ്ട്. എന്നാൽ ആ ബസ് വരുന്ന ലോവർ സർക്കുലർ റോഡിൽ കൂടിയാണ് വരുന്ന അവസരത്തിൽ ആ ഡബിൾ ഡെക്കർ ബസ്സിലിരുന്നുകൊണ്ട് എനിക്ക് വലത്തുവശത്ത് കാണുവാനായിട്ട് കഴിയുന്നത് മദർ തെരേസയുടെ ചാപ്പലാണ്. വെളുപ്പിനെ ഒരു 5:30 മണിയോടുകൂടിയാണ് ഞാൻ മടങ്ങി വരുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച നിരനിരയായിട്ട് അവിടെ മുട്ടുകുത്തി നിൽക്കുന്നതായുള്ള സിസ്റ്റേഴ്സിൻ്റെ ഒരു കാഴ്ചയാണ്. വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മിനിസ്ട്രി ഓഫ് മദർ തെരേസ? ലോകത്തിൻ്റെ അമ്മയെന്നൊക്കെ വിശേഷിപ്പിക്കുകയാണല്ലോ. ഒരു കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ലെന്ന് നമുക്കറിയാം, എങ്കിലും ലോകത്തിൻ്റെ അമ്മയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു അമ്മയെ, ഒരു വനിതയെ ഒരു അമ്മ എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്? അവർ ഈ ലോകത്തുള്ള എല്ലാ പാവപ്പെട്ടവരെയും, പൂറസ്റ്റ് ഓഫ് ദ പൂർ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, അവരുടെ ഇടയിലുള്ള ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരെയും തങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ തങ്ങളോട് ചേർത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നതായുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുവാൻ കൊണ്ടിടയാവുന്നത്. എവിടെയാണ് അവർക്ക് ഈ സ്ട്രെങ്ത് കിട്ടുന്നത്? അവർക്ക് സ്ട്രെങ്ത് കിട്ടുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതായിട്ടുള്ള അവരുടെ പ്രാർത്ഥനയിലൂടെയാണ്. രാവിലെ മുട്ടുകുത്തി നിരനിരയായി മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കും. പുറകിൽ വന്നിരുന്ന മദർ തെരേസയും പ്രാർത്ഥിക്കും. അതിനുശേഷം അവരെ എഴുന്നേറ്റ് മുമ്പിലുള്ള കുരിശിതനായ യേശുവിൻ്റെ രൂപത്തിൽ ചെന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ആ വടുക്കളിലൊക്കെ ഒന്ന് നോക്കി, ഒന്ന് സ്പർശിച്ച് ആ സ്പർശനത്തിലൂടെ ദൈവം തങ്ങൾക്ക് ചെയ്തത് എന്തേ എന്ന് മനസ്സിലാക്കുക എന്നാണ്. ക്രൂശിതനായുള്ള യേശു നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ എപ്പോഴും കേന്ദ്രത്തിൽ കാണുന്നതായുള്ളൊരു വാക്കാണത്. ക്രൂശിതനായുള്ള യേശു. നമ്മളെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നതായുള്ള പ്രാർത്ഥന, മരണമില്ലാത്തവന് പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നതാണ്. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനായിട്ട് യേശു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് പട്ടണത്തിൽ ചെന്ന അവസരത്തിൽ അവിടെ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരും പറഞ്ഞ് ഈ പൗലോസ് അപ്പോസ്തലനെ തങ്ങളുടെ കൂട്ടത്തിലാക്കുന്നതിനായിട്ടൊരു ശ്രമമൊക്കെ നടത്തി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് മറുപടിയായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2:2 നാം വായിക്കുന്നത്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയാതെ നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. എത്ര വ്യക്തമായ ശക്തമായ വാക്കുകളാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയാതെ നിങ്ങളുടെ ഇടയിലിരിക്കണം എന്നാണ് ഞാൻ നിർണയിച്ചിരിക്കുന്നത്. എൻ്റെ നിശ്ചയം അതാണ്, എൻ്റെ രീതി അതാണ്, ജീവിതശൈലിയും അത് തന്നെയാണ് എന്ന് പറയുന്നതായുള്ള അപ്പോസ്തലനായ പൗലോസിനെ എത്ര നമുക്ക് കാണുവാനായിട്ടിടയാവുന്നത്. അതുകൊണ്ട് ദേവാലയത്തിൽ നാം ചേർന്ന് വരുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതായുള്ളൊരു കൂട്ടം ആളുകളായിരിക്കണം വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയിൽ നാം ചേരുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വസ്തുത. നമ്മുടെ ഓരോ ആരാധനയും നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് ദൃശ്യമായ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ദൃശ്യമായ ഒരു ഇടവകയൊക്കെ ഉണ്ട്, ദൃശ്യമായ ഒരു ആരാധനയൊക്കെ ഉണ്ട്. എന്നാൽ അദൃശ്യമായുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആരാധനയോട് കൂടി നാം ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മിലിറ്റൻ്റായിട്ടുള്ള ഇടവകയും ദൈവസന്നിധിയിലുള്ള അദൃശ്യമായിട്ടുള്ള ഇടവകയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്നത് മറക്കുന്നതിനായിട്ട് നമുക്ക് ഇടയാവരുത്. അതുകൊണ്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ നമ്മൾ ആരാധനയിലൊക്കെ പറയുന്നത് അല്ല, പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, സ്വർഗത്തിലാണ് ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാധനയിൽ നാം ചേരുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആരാധനയായിട്ട്. ഇവിടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തൻ്റെ അടുത്ത് വന്നതായുള്ളൊരു ന്യായശാസ്ത്രി, അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ കേട്ടതായിട്ടുള്ള അവസരത്തിൽ ഒരു ന്യായശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ദൈവജനത്തെ നൽകപ്പെട്ടിരിക്കുന്നതായുള്ള കൽപ്പനകൾ? മറുപടി പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇസ്രായേലെ കേൾക്ക. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹിയർ ഓ ഇസ്രായേൽ എന്നാണ് ഇംഗ്ലീഷിലുള്ളത്. ഹിയർ ഓ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്ക. നമ്മളുടെ ആരാധനയിൽ ശ്രവണം എന്ന് പറയുന്നത് പ്രാധാന്യം അറിയിക്കുന്നതല്ലെന്നാണ്. കേൾക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മൗനമായിട്ടുള്ള, നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനയിലും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ
നമ്മൾ ജൽപ്പനം ചെയ്യുന്നവരായിട്ടല്ല തീരേണ്ടത്, അതിഭാഷണമല്ല ഉണ്ടാവേണ്ടത്. പിന്നെയോ ദൈവം നമ്മോട് പറയുന്നത് എന്തെന്ന് കേൾക്കാണ്ടൊക്കെ ഇടയായിട്ട് തീരണം. 1 രാജാക്കന്മാർ 19 അധ്യായമൊക്കെ നാം വായിക്കുന്ന അവസരത്തിൽ ഇസബേലിനെ പേടിച്ച് ഓടിപ്പോകുന്നതാണ് ഏലിയാ പ്രവാചകനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഏലിയാ പ്രവാചകനെ ദൈവത്തെ കാണുന്നതിന്, ദൈവത്തോട് സംസാരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നീ വന്ന് ഈ പർവ്വതത്തിൻ്റെ നടുവിൽ നിൽക്കുക, പിളർപ്പിൽ നിൽക്കുക എന്നൊക്കെ അവനോട് ആവശ്യപ്പെടുന്നു. ദൈവം തൻ്റെ കൈയൊക്കെ വെച്ച് അതുവഴിയായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തെ ദൃശ്യമായിട്ട് കാണാനായിട്ട് താല്പര്യപ്പെടുന്നതായിട്ടുള്ള ഏലിയാ പ്രവാചകന് 2-3 രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, വളരെയധികം ഭൂകമ്പം ഉണ്ടായതായിട്ടുള്ള അവസരം, തീ വന്നതായിട്ടുള്ള അവസരം, ഭയങ്കരമായ കാറ്റടിച്ചതായിട്ടുള്ള അവസരം. അവരെങ്ങും ദൈവമില്ലായിരുന്നു എന്നാണ് കേൾക്കാനായിട്ടിടയാകുന്നത്. പിന്നെ ദൈവം എവിടെയായിരുന്നു? ഒരു മൃദുലമായിട്ടുള്ള ശബ്ദം അതിന് ശേഷം കേട്ടു. ആരവാരം നിറഞ്ഞിരിക്കുന്നതായുള്ള ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർന്ന് വരുന്നതായിട്ടുള്ള നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ടിടയാണ്, ട്യൂൺ ചെയ്യുന്നതിനായിട്ടിടയാണ്. ഞാനൊരിക്കൽ ഈ മെത്രാച്ചനായതിനു ശേഷം അമേരിക്കയിലുള്ള സ്നേഹിതൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളാണ്. അവനും അവൻ്റെ ഭാര്യയും ഒരു കുഞ്ഞുമായിട്ട് ജീവിക്കുന്നതായുള്ള സ്ഥലമാണ്. വീടൊക്കെ എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ പോയിരുന്ന് അദ്ദേഹമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതായുള്ള അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ തന്നെ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ചായ ഉണ്ടാക്കുന്നതൊക്കെ നിർത്തിയിട്ട് സ്റ്റെയർ കേസിൽ കൂടെ മുകളിലേക്ക് ഓടിപ്പോകുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ സുഹൃത്താണ് മറുപടിയായിട്ട് പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞു. ഞാൻ കേട്ടില്ല, എന്നാൽ അമ്മ കേട്ടു. ഇവിടെ ഇരിക്കുന്ന മാതാക്കൾക്ക് മനസ്സിലാകുന്നതായുള്ളൊരു ഭാഷയാണ്. അമ്മ കേട്ടു കുഞ്ഞിൻ്റെ കരച്ചിൽ. അതുകൊണ്ട് ഓടി സ്റ്റെയർ കേസിൽ കൊണ്ട് മുകളിൽ ചെന്ന് കുഞ്ഞിനെ എടുക്കുകയാണ്. അമ്മ എടുത്തു കഴിയുമ്പോൾ കരച്ചിൽ നിൽക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓടിപ്പോയതായിട്ടുള്ള അവസരമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മൃദുലമായുള്ള ശബ്ദം കേൾക്കുവാനൊക്കെ വേണം നമ്മുടെ കാത് കുർപ്പിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം. അത് നമുക്ക് ഒരു ശിക്ഷണത്തിലൂടെ ലഭിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് യോഗ എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളുടെ മനസ്സ് ഏകാഗ്രമാക്കുവാനായിട്ട് പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഈ ശബ്ദകോലാഹലങ്ങളിലെല്ലാം മധ്യത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ടിടയാവും? ഈ വിവാഹിതരാകുന്ന മക്കളോട് ഞങ്ങൾ പറയുന്നതായുള്ളൊരു ഉപദേശമുണ്ട്. നിങ്ങളിനി ഒരുമിച്ച് ഒരു പുതിയ ജീവിതക്രമം തുടങ്ങുവാനായിട്ട് പോവുകയാണ്. ഒന്ന് 2 പേരുണ്ട്. അപ്പോൾ 2 പേർക്കും 2 വ്യക്തിത്വമുണ്ട്. അത് ആദരിക്കപ്പെടേണ്ടതാണ്. ആ വ്യക്തിത്വത്തിലൊക്കെ ജീവിക്കുന്നതിനായിട്ടൊക്കെ ഇടയാകും. എന്നാൽ 2 പേരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം അവർ കെട്ടിപ്പടുത്ത് ഉയർത്തണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഇനി അവർ 2 അല്ല 1 ആകുന്നു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അനുഭവം അത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ളതാണ്. അനുഭവിച്ച് അതിൽ വളരേണ്ടതായിട്ടുള്ളതാണ്. എങ്ങനെയാണ് വളരാനായിട്ട് സാധിക്കുന്നത്? ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ദൈവശബ്ദം കേൾക്കുന്നതിനായിട്ടിടയാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന 66 പുസ്തകങ്ങളുള്ളതായുള്ള വേദപുസ്തകം തന്നെയാണ്. സെയിമാണ് എല്ലാവരും വായിക്കുന്നത്. എന്നാൽ ഓരോ വാക്യവും നാം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായുള്ള ദൂത് എന്താണ്? ആ ദൂത് നാം കേൾക്കുന്നതായുള്ള ദൂതാണ്. ആ ദൂത് കേൾക്കുവാനൊക്കെ ഓരോ ദിവസം ഇടയായിട്ട് തീരുമ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത്. പുതുതായിട്ട് പട്ട കേൾക്കുന്നതായുള്ള അച്ഛന്മാരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ധ്യാനിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എഴുതിയിടണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്വത്താണ്, ഒരു സമ്പത്താണ്. ജീവിതം ഒരുമിച്ച് നയിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഒരുമിച്ചുള്ള ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു പുതിയ ജീവിതം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനിടയാകുന്ന അവസരത്തിലാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് പരസ്പര ധാരണ ഉണ്ടായിരിക്കണം, മറ്റൊരാളുടെ ഈർഷ്യ ഉണ്ടാവരുത്, പിണക്കം ഉണ്ടാവരുത്, വൈരാഗ്യം ഉണ്ടാവരുത്. അതൊക്കെ ഉള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അതല്ല നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അന്യോന്യം ക്ഷമിക്കണം, അന്യോന്യം അനുരഞ്ജനപ്പെടണം, സന്ധ്യയാവുന്നതിന് മുമ്പേ പിണക്കമെല്ലാം മാറ്റണം.
ഇതെല്ലാം വിവാഹമില്ലാത്ത ആളുകളോട് പറയുന്നതായുള്ള കാര്യങ്ങളാണ്. എത്ര തന്നെ വാശിയേറിയതായുള്ള പിണക്കവും വൈരാഗ്യവും ഒക്കെയാണ് നാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതെങ്കിലും ക്ഷമിക്കുവാനായിട്ടുള്ളൊരു വരമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ആ വരം ശരിയായിട്ട് വിനിയോഗിക്കുന്നതായുള്ള അവസരത്തിൽ മാത്രമാണ് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാനായിട്ടിടയാവുന്നത്. ദൈവം നമ്മോട് പറയും ക്ഷമിക്കുക, അത് കേൾക്കാനായിട്ടിടയാവണം. കേൾക്കുന്നതായുള്ള അവസരം ചെയ്യാനായിട്ടുള്ള മനസ്സിലൊക്കെ ഉണ്ടാവണം. ക്ഷമിക്കുന്നതായുള്ള സാഹചര്യത്തിലാണ് ദൈവം ഈ ലോകത്തിൽ വെളിപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ക്ഷമിക്കുന്നതായുള്ള അവസരത്തിലാണ് ദൈവം വെളിപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? നമ്മൾ ആന്തരികമായിട്ട് അനുഭവിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമായി മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ടിടയാകുന്നത് എവിടെ നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കുവാനായിട്ടിടയാകും, എവിടെ അനുരഞ്ജനപ്പെടുന്നതിനായിട്ടിടയായിട്ട് തീരും, അവിടെയാണ്. ഇന്ന് ക്ഷമിക്കുക, അനുരഞ്ജനപ്പെടുക എന്നൊക്കെ പറയുന്നത് മനസ്സിലാകാത്ത ഭാഷയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ വേദന ഉളവാകുന്നതായുള്ള സാഹചര്യങ്ങൾ, ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതായുള്ള അവസരം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. ദൈവം നൽകിയിരിക്കുന്നതായുള്ള ബന്ധങ്ങൾ അത് അകന്നു പോകുന്നതായുള്ള അവസരത്തിൽ മരണതുല്യമാണ്. എപ്പോൾ അകന്നതായുള്ള ബന്ധം ഒരുമിച്ച് അനുരഞ്ജനപ്പെട്ട് ഒന്നായി തീരുവാനായിട്ടിടയാകും, അവിടെ ദൈവികമായിട്ടുള്ള സാന്നിധ്യം, ഡിവൈനായിട്ടുള്ള പ്രൊവിഷനാണ് നമുക്ക് അനുഭവിക്കാനായിട്ടിടയാകുന്നത്. വിവാഹ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് അതാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ അതിൽ കൂടെ കടന്നു പോകുന്നതായുള്ള അവസരത്തിൽ എങ്ങനെയാണ് റെക്കൺസൈൽഡായി തീരുവാനായിട്ടിടയാവുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞതായുള്ള കഥയിൽ ഡേവിഡ് പറയുകയാണ്, സിസിലിയുടെ മനസ്സ് എനിക്ക് അറിയാനായിട്ട് പാടില്ല, എന്നാൽ എനിക്ക് താല്പര്യമുണ്ട്, ഒരാളെ എടുത്ത് വളർത്തുവാനായിട്ട് താല്പര്യമുണ്ട്. അത് സിസിലിയും കൂടെ അനുവദിക്കുക എന്നതാണ് ആവശ്യം. അത് മനസ്സിലാക്കിയാണ് ഡേവിഡ് പറയുന്നത്, സിസിലിയുടെ മനസ്സ് എനിക്കിപ്പോൾ അറിയാനായിട്ട് പാടില്ല, എൻ്റെ മനസ്സ് പറയുന്നത് നമുക്ക് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താം എന്നതാണ്. ദൈവം തമ്പുരാൻ നമ്മോട് പറയുന്നതായുള്ള കാര്യങ്ങൾ കേട്ട് അനുസരിക്കുവാനായിട്ട് ഇടയാവുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ദൈവം സ്നേഹമാണ് എന്ന് നാം പറയുന്നത് എങ്ങനെ അനുഭവിക്കാനായിട്ട് ഇടയാവുന്നത്? ഈ പറഞ്ഞതായുള്ള എക്സസൈസിലൂടെയാണ്, ഈ യോഗയിൽ കൂടിയാണ്. ദൈവത്തെ പൂർണ്ണമായിട്ട് എല്ലാ ശക്തിയും മനസ്സും താല്പര്യവും എല്ലാം ചെയ്ത് ദൈവത്തെ ദൈവം എന്ന് അറിയുന്നതായുള്ള അവസരം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ അറിയുന്നതായുള്ള അനുഭവമാണ്. എന്നാൽ അത് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള രീതിയിലേക്ക് മാറുമ്പോൾ എന്ന് പറയുമ്പോൾ, പൂർണ്ണ മനസ്സില്ലാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഭാഗികമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് ശ്രമിക്കുമ്പോൾ, നാമധേയ ക്രിസ്ത്യാനികളായിട്ട് നാം മാറുന്നതായിട്ടുള്ള അവസരം എല്ലാം ഓർത്തുകൊള്ളുക. ദൈവത്തെ നാം അകറ്റുകയാണ്, ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് നാം ചെയ്യുകയാണ്. ദൈവത്തിന് താല്പര്യമുള്ളത് ദൈവത്തെ സ്നേഹിക്കണം, ദൈവം സ്നേഹമാണ് എന്ന ലോകത്തിൽ അറിയിക്കുവാൻ കൊണ്ടിടയാവണം. അതിനോട് ചേർത്ത കർത്താവ് പറയുന്നതായിട്ടുള്ള സംഗതിയാണ്, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത്. ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതായുള്ള ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് പറഞ്ഞതായുള്ള ഇലസ്ട്രേഷനാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത്. വഴിയിൽ വീണ് കിടക്കുന്ന അർത്ഥപ്രാണനായിട്ട് കിടക്കുന്നതായുള്ളൊരു മനുഷ്യൻ, അതിലൊരു പുരോഹിതൻ കടന്നുപോയി, ഒരു ലേവ്യൻ കടന്നുപോയി, പിന്നെ വേറൊരാൾ വന്നു. അത് ശമരിയാക്കാരനായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ ശമരിയാക്കാരന് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുറിവുകളെ കണ്ട് തൻ്റെ എണ്ണയൊക്കെ ഉപയോഗിച്ച് അവൻ്റെ മുറിവുകളൊക്കെ കെട്ടി തൻ്റെ വാഹനമൊക്കെ ഉപയോഗിച്ച് അവനെ ഒരു സത്രത്തിൽ കൊണ്ടാക്കി അവരോട് പറയുകയാണ്, വല്ല വിധേനയും ഇവനെ രക്ഷപ്പെടുത്തണം. സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണത്. ആരും നശിച്ചു പോകാൻ ഇടയാകരുത് എന്നാണ് ദൈവത്തിൻ്റെ ഹൃദയം. ആരും നശിച്ചു പോകാൻ ഇടയാകരുത്. അപ്പോൾ ദൈവമക്കളായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായുള്ള കാര്യവും ആരും നമ്മൾ മുഖാന്തരം നശിക്കുന്നതിനായിട്ടിടയാകരുത്. നിങ്ങൾക്കറിയാമോ, ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതായുള്ള ആളുകൾ കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നതായുള്ള അവസരത്തിൽ അവരെ സ്വീകരിക്കുവാൻ ആരും ഉണ്ടായിരിക്കില്ല.
ആരും ഉണ്ടായിരിക്കില്ല. സ്വന്തക്കാർ കാണും, വീട്ടുകാർ കാണും, സ്നേഹിതർ കാണും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു 40 വർഷം കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ഇറങ്ങി വരുന്നതായുള്ളൊരു മനുഷ്യനെ സ്വീകരിക്കാൻ ആരും കാണത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ചൊരു കഥ ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം ഇറങ്ങി വന്നതായിട്ടുള്ള അവസ്ഥയിൽ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാടില്ല, കാരണം ആരുമില്ല അവിടെ. എല്ലാവരും കാണുമെന്നുള്ള സന്തോഷത്തിൽ ഇറങ്ങി വരുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതായുള്ള അവസരമല്ലേ. കാരാഗ്രഹത്തിലായിരുന്നു, അവിടുന്ന് വിടുതൽ ലഭിക്കുകയാണ്. വലിയ സന്തോഷത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആരുമില്ല. അപ്പോൾ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് ഒരു ജീർണിച്ചതായുള്ള വീടിൻ്റെ മുറ്റത്തെ വന്ന് താൻ നിൽക്കുകയാണ്. അപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം, പോകരുതേ ഞാനിതാ വരുന്നു, പോകരുതേ ഞാനിതാ വരുന്നു. അല്പനേരം അവിടെ വന്ന് ഈ ശബ്ദം കേട്ടതായുള്ള ആൾ ആരാണ് എന്നത് അറിയണം എന്ന് താല്പര്യപ്പെട്ട് നിൽക്കുന്നതായുള്ള അവസ്ഥയിലൊരു അഡോളസൻ്റായിട്ടുള്ള ചെറുപ്പക്കാരൻ, ഒരു ബാലൻ ഇറങ്ങി ഓടി വന്നു. അവൻ്റെ ദേഹത്തെ മണ്ണൊക്കെ പുരണ്ടിരിക്കുന്നത് കാണാനായിട്ട് ഇടയായിട്ട് തോന്നുന്നു. അവൻ വന്ന ഉടനെ പറയുന്നത്, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ അമ്മ പറഞ്ഞു കൊടുത്തത്? അമ്മ പറഞ്ഞത്, നീ ഒറ്റയാകുന്നതായുള്ള അവസരത്തിൽ, അല്ലെ നിന്നെ എല്ലാവരും വിട്ടുപോകുന്നതായുള്ള അവസരത്തിൽ ദൈവം നിനക്ക് ആശ്രയമായിരിക്കും, തുണയായിരിക്കും, ദൈവം നിന്നെ കാത്തുകൊള്ളും. ഇത് അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നോക്കിയിരിക്കുകയാണ് ദൈവത്തെ കാണാനായിട്ട്. അപ്പോൾ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്നതായുള്ള മനുഷ്യൻ ചോദിച്ചു, ഞാൻ ആരാണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ചോദിക്കുന്നത്? അവനെ യാതൊരു സങ്കോചം കൂടെ പറയണം, നിങ്ങൾ ദൈവമാണ്, ദൈവം അയച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, അവിടെ നിങ്ങൾ ദൈവമാണ്. എൻ്റെ അമ്മ മരിച്ചു, ഇനി എനിക്ക് ആരുമില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കും അറിയാനായിട്ട് പാടില്ല, എന്നെ കൂടെ കൊണ്ടുപോകാമോ? ഇതാ ചോദ്യം, എന്നെ കൂടെ കൊണ്ടുപോകാമോ? അപ്പോഴാണ് ഈ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നതായുള്ള മനുഷ്യന് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ലക്ഷ്യം കിട്ടുന്നത്. എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങി വന്നതായുള്ള മനുഷ്യന് ആരുമില്ല എന്ന് മനസ്സിലാക്കി ഒറ്റയായി പോകുന്നതായുള്ള അവസ്ഥയിൽ അവന് ചിന്തിക്കുകയാണ്, ഞാൻ എന്നെക്കുറിച്ചുള്ള ഗുണം എന്നാ, പ്രയോജനം എന്നാ? അപ്പോഴാണ് ഒരു പയ്യൻ ഇറങ്ങി വന്ന് പറയുന്നത്, എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാമോ? അദ്ദേഹം കൈ നീട്ടി അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് പോകാം. ഒന്നുമില്ല, എവിടെയാണ് പോകുന്നത്? ഒന്നുമില്ല. എന്നാൽ ഇനിയും നമുക്കുള്ളത് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം, നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം, നമുക്ക് ഒരുമിച്ച് കിടക്കാം, ഉറങ്ങാം. ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ളതല്ല, ഈ ലോകത്തിൽ ദൈവം കൂടെയുണ്ട് എന്ന്. ദൈവം ഏതൊക്കെ രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്കറിയാനായിട്ട് പാടില്ല. ശമരിയാക്കാരൻ്റെ ഉപമയിൽ അർത്ഥപ്രാണനായിട്ട് കിടക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നതായുള്ളൊരു മനുഷ്യൻ്റെ അടുത്താണ് ഈ ശമരിയാക്കാരൻ ചെന്ന് അവനെ താങ്ങിയെടുത്ത് സത്രത്തിൽ കൊണ്ടുപോയി വല്ല വിധേനയും ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് പറയും. എന്നിട്ട് കയ്യിലുള്ള തുക കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിന്തിച്ചിട്ട് പറയുകയാണ്, അധികം വല്ലതും ചിലവിടേണ്ടി വന്നാൽ ഞാൻ മടങ്ങി വരും. എനിക്ക് മടങ്ങി വരുമ്പോൾ ഇവനെ ജീവനുള്ളവനായിട്ട് കാണണം, നിങ്ങൾ സൗഖ്യദായകനായിട്ട് കാണപ്പെടണം, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുകയാണ്. എത്രമാത്രം കൊടുക്കണം, എത്രമാത്രം സ്നേഹിക്കണം, എത്രമാത്രം വീണ്ടെടുക്കണം, ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ധാരാളമായിട്ട് വരുന്നതാണ്. നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞോളൂ. എത്രമാത്രം സ്നേഹിക്കണം, എത്രമാത്രം കൊടുക്കണം, എത്രമാത്രം വീണ്ടെടുക്കണം, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. എന്നാൽ ഇതാ ഈ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നതായുള്ള മനുഷ്യൻ പറയുകയാണ്, വാ നമുക്ക് പോകാം. കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ജീവിതത്തിൽ ഒരു അർത്ഥം ലഭിച്ച വ്യക്തികളായിട്ട് അവർ രണ്ടുപേരും തിരികെയാണ്. അമ്മ മരിച്ചതായുള്ള അവസ്ഥയിൽ ഒന്നുമില്ലാത്തതിനായി തീർന്നതായിട്ടുള്ള കുട്ടിയും കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നതായിട്ടുള്ള തന്നെ സ്വീകരിക്കുന്നതിനായിട്ട് ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നതായുള്ള വ്യക്തിയും ഒരുമിച്ച് ചേരുകയാണ്. ദൈവം നമ്മെ പുലർത്തും എന്നത് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കൊണ്ട് ഇടയാവുക എന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായുള്ള നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതായുള്ള പ്രാർത്ഥനയിൽ കർത്താവ് നമ്മോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞത്, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അപ്പം തരണമേ എന്ന്. നാളത്തെ കാര്യമല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നതായുള്ള നിങ്ങൾക്കെല്ലാം ഒരു മാസത്തേക്ക് ഒരു പട്ടിണിയും കൂടെ ജീവിക്കുവാനായിട്ടുള്ള എല്ലാം കയ്യിലുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ പറയുന്നത്, ഇന്ന് എനിക്ക് ആവശ്യമുള്ള ആഹാരം തന്നെ. നാളത്തേക്ക് എനിക്കറിയാനായിട്ട് പാടില്ല, ദൈവം തരും. ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ്റെ ഗുണം നമുക്കിടയായിട്ട് തരുമോ?
കർത്താവ് പറയുന്നത്, എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൊണ്ട് സ്നേഹിക്കണം. നിൻ്റെ അയൽക്കാരനെയും നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആരാണ് എൻ്റെ അയൽക്കാരൻ? അർത്ഥപ്രാണമായിട്ട് കിടക്കുന്നതായിട്ട് മനുഷ്യൻ, അമ്മ മരിച്ചു പോയതായിട്ടുള്ള മകനുള്ളതായിട്ടുള്ള അവസ്ഥ, ഇങ്ങനെയുള്ളതായാലും എത്രയോ സാഹചര്യങ്ങളാണ് ദൈവം നമ്മുടെ കണ്ണിന് മുമ്പാകെ കൊണ്ടുവരുന്നത്. നമ്മളുടെ ജീവിതത്തെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരു യോഗയിലൂടെ ഒന്ന് പര്യാപ്തമാക്കി തീർക്കുന്നതിനായിട്ട് സാധിക്കുമോ? ദൈവ ഇഷ്ടം ചെയ്യുന്നതിനായി. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യത എന്ന് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീരുക എന്നത്രേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. കേൾക്കണം, ഇസ്രായേലെ കേൾക്കുക, സ്നേഹിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്നേഹത്തെ നാം രുചിച്ചറിയുമ്പോൾ ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും വേണം. ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നതായുള്ള രത്നം ചുരുക്കം. കർത്താവെ, നിൻ്റെ മക്കളായി നിൻ്റെ സ്നേഹം രുചിച്ചറിയുന്നവരായി ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ കേട്ടതായുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ക്രമപ്പെടുത്തുന്നതിന് സഹായമായിട്ട് തീരണമേ. ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ടൊക്കെ ലോകം കൊണ്ടാടുമ്പോൾ എല്ലാ പിതാക്കന്മാരെയും സ്നേഹവും പരിചരണവും നൽകുന്ന വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഇതിനെ സനാതനമാക്കണമേ. ആരുമില്ല എന്ന് തോന്നുന്നതായുള്ള സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതെ സമൃദ്ധിയായുള്ള ജീവൻ്റെ അനുഭവക്കാരായി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ എല്ലാവരെയും ഇതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ദൈവം തന്നിട്ടുള്ള അയൽക്കാരെ കാണുവാൻ, അവരെയും സ്നേഹിപ്പാൻ, അവരെയും ചേർത്ത് നിർത്തുവാൻ, ദൈവരാജ്യത്തിലേക്ക് അവരെ നടത്തുവാൻ ഞങ്ങളെല്ലാം പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും ഈ ഇടവയിലുള്ള എല്ലാ ജനങ്ങളോടുകൂടിയും എല്ലാ കുടുംബങ്ങളോടുകൂടിയും ഇപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ.